നാം ഇന്ന് പറയാൻ പോകുന്നത് ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാതിരിക്കാനും നല്ല സ്വപ്നങ്ങൾ കാണാനും അത് ജീവിതത്തിൽ ഫലിക്കാനും നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും നല്ല സ്വപ്നങ്ങൾ കാണാൻ ആഗ്രഹമായിരിക്കും. അതുപോലെ തന്നെ അത് ജീവിതത്തിൽ ഫലിക്കാനും. മോശപ്പെട്ട പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നത് നമുക്ക് ഇഷ്ടമല്ല. അത് കാണാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. അതിനൊക്കെ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങളാണ്. വഹി എന്തായിട്ടുണ്ട്? നിലച്ചിട്ടുണ്ട്. വഹീന് ശേഷം അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ റുഇയ സ്വാലിഹ, അത് നല്ല സ്വപ്നങ്ങളാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ സ്വപ്നങ്ങൾ ഫലിക്കും. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം, അവിടുത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടുത്തെ ജീവിതത്തിൽ സ്വപ്നം ഫലിച്ചതായിട്ടുള്ള സംഭവങ്ങൾ. അതുപോലെ തന്നെ പല മഹാന്മാരുടെയും ജീവിത ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സ്വപ്നങ്ങൾ ഫലിച്ചതായിട്ട്. അപ്പോ സ്വപ്നങ്ങൾ ഫലിക്കും. ഇനി മോശപ്പെട്ട സ്വപ്നങ്ങൾ നമ്മൾ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മോശപ്പെട്ട ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ ആദ്യമായിട്ട് നാം ചെയ്യേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയലാണ്. അതിനുശേഷം ഇടത്തെ ഭാഗത്തേക്ക് 3 പ്രാവശ്യം പതുക്കെ തുപ്പുക. അതിനുശേഷം നമ്മൾ കിടക്കുന്ന രീതിയിൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് മാറിക്കിടക്കുക, ഒന്ന് ചെരിഞ്ഞു കിടക്കുക, ഒന്ന് മാറിക്കിടക്കുക. ഈ 3 കാര്യങ്ങൾ ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് നമ്മൾ നെറ്റി ഉണർന്നാൽ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. കണ്ടതിന് ശേഷം അതാണ് ചെയ്യേണ്ടത്. ഇനി ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാതിരിക്കാൻ, നല്ല സ്വപ്നങ്ങൾ കാണാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അത് നമുക്ക് ഫലിക്കുകയും വേണം. പല മഹത്തുക്കളായ പണ്ഡിതന്മാരും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നു ഖയ്യിം അദ്ദേഹത്തിന്റെ മദാരിജു സാലിക്കീന ബൈനൽ മനാസിലി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന കിതാബിൽ പോലും ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പല മഹത്തുക്കളും ഈ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നല്ല സ്വപ്നങ്ങൾ കാണാൻ, അത് ഫലിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. വമൻ അറാദ അൻ തുസദ്ദഖ റുയാഹു, നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കാൻ, അത് നല്ലതാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫൽയതഹറ സിദ്ഖ, സത്യത്തെ സൂക്ഷിക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധമായ ജീവിതമായിരിക്കുക, ജീവിതത്തിൽ കളവില്ലാതിരിക്കുക, കളവ് നമ്മൾ പറയാതിരിക്കുക, എപ്പോഴും സത്യസന്ധമായിട്ടുള്ള നല്ല ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. കളവ് നമ്മുടെ ജീവിതത്തെ മോശമാക്കും. വഞ്ചന നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുക, അതുപോലെ തന്നെ ആളുകളെ പറ്റിക്കുക, വെട്ടിപ്പ് നടത്തുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്വപ്നങ്ങളൊന്നും കാണാൻ കഴിയില്ല. കണ്ട സ്വപ്നങ്ങൾ എന്തായാലും ഫലിക്കുകയുമില്ല, നല്ല സ്വപ്നങ്ങൾ കാണുകയില്ലല്ലോ. അപ്പോ സത്യസന്ധമായിട്ടുള്ള നല്ല ജീവിതം നയിക്കുക, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കി, ഹൃദയത്തിൽ നിന്ന് കുറ്റി, പോര്, അസൂയ, വിദ്വേഷം ഇതൊക്കെ എടുത്തു മാറ്റുക. ഇത് നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് അക്കലൽ ഹലാൽ, ഹലാലായത് മാത്രം ഭക്ഷിക്കുക, ഹറാമ് ഭക്ഷിക്കാതിരിക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഹറാമായിട്ടുള്ള മുതൽ ഭക്ഷിക്കുമ്പോൾ നമുക്ക് നല്ല സ്വപ്നങ്ങൾ കാണുകയില്ല എന്ന് മാത്രമല്ല, ഭയപ്പെടുന്ന സ്വപ്നങ്ങൾ കാണാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹലാലായ മുതലുകൾ, പലിശ ഇല്ലാത്ത മുതലുകളൊക്കെ ഭക്ഷിക്കുക. പലിശ അടങ്ങിയ മുതൽ ഭക്ഷിക്കാതിരിക്കുക. അതിലൊക്കെ സൂക്ഷ്മത നമ്മൾ പുലർത്തണം. എപ്പോഴും ഹലാലായ മുതലുകൾ എന്ത് ചെയ്യണം? മാത്രം നമ്മൾ ഭക്ഷിക്കണം. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വൽ മുഹാഫളത അലൽ അംരി വന്നഹി, ശർഈയായ കൽപ്പനകളും വിരോധനകളും ഉണ്ട്, അതൊക്കെ നമ്മൾ പിൻപറ്റണം. ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിച്ച് ജീവിക്കുക, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. ഇത് നമ്മൾ പ്രധാനമായിട്ടും പാലിക്കേണ്ട, പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോ ശർഈയായിട്ടുള്ള, ഇസ്ലാമികമായിട്ടുള്ള നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഇസ്ലാമിനെതിരായിട്ടൊന്നും പ്രവർത്തിക്കാതിരിക്കുക. ഇസ്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അത് നമ്മുടെ ജീവിതത്തെ മോശമാക്കുകയും നല്ല സ്വപ്നങ്ങൾ കാണുകയില്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് തെറ്റാണ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷയും നമ്മൾ അതിനെ ഏറ്റുവാങ്ങേണ്ടി വരും. അത് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക. ശർഈയായിട്ടുള്ള നല്ല ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നാലാമതായിട്ട് പറയുന്നത് വലിയനം അല ത്വഹാറത്തിൻ കാമിലത്തിൻ, നല്ല പരിപൂർണമായ ശുദ്ധിയോടുകൂടെ എന്ത് ചെയ്യുക? കിടന്നുറങ്ങുക. കിടന്നുറങ്ങുമ്പോൾ എന്ത് ചെയ്യുക? ശുദ്ധിയോടുകൂടെ കിടന്നുറങ്ങുക. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് ഉളു എടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ എന്ന്. അപ്പൊ പലരും ചോദിക്കും, ഉളു എടുത്തുകൊണ്ട് നമ്മൾ ബെഡിലേക്ക്, കിടക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെ സ്പർശിച്ചാൽ ഉളു മുറിയില്ലേ എന്ന്.
ഹബീബായ തങ്ങൾ പറഞ്ഞതനുസരിച്ച് ഉളു എടുത്തുകൊണ്ട് എന്ത് വേണം? ഉറങ്ങാൻ വേണ്ടി വരാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീടുള്ള കാര്യങ്ങളല്ല. ഉളു എടുത്തിട്ട് വേണം എന്ത് ചെയ്യാം? ഉറങ്ങാൻ വേണ്ടിയിട്ട് ബെഡിലേക്ക്, കട്ടിലേക്കോ കിടക്കയിലേക്കോ കടന്നു വരാൻ. പിന്നെ ശുദ്ധിയോടുകൂടെ വേണം കിടന്നുറങ്ങാൻ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഉറങ്ങാൻ വേണ്ടി വന്ന് പിന്നീട് ഭാര്യയുമായി ബന്ധപ്പെട്ട് വലിയ അശുദ്ധി ഉള്ളവനായാൽ പിന്നെ ആ അശുദ്ധിയോടുകൂടെ, ആ വലിയ അശുദ്ധിയോടുകൂടെ, ആ ജനാപത്തോടുകൂടെ, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആ വലിയ ശുദ്ധിയോടുകൂടെ കിടന്നുറങ്ങാതെ എന്ത് ചെയ്യുക? അതിൽ നിന്ന് ശുദ്ധിയായിട്ട് വേണം കിടന്നുറങ്ങാൻ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പ്രത്യേകം ഗൗരവത്തോടുകൂടെ കാണേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ അങ്ങ് കിടന്നുറങ്ങാതെ ശുദ്ധിയായതിനു ശേഷം എന്ത് ചെയ്യുക? കിടന്നുറങ്ങുക. അപ്പൊ ശുദ്ധിയോടുകൂടെ കിടന്നുറങ്ങുക. അത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ മുസ്തഖ്ബിൽ അൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിട്ടിട്ട് വേണം കിടന്നുറങ്ങാൻ. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്ന രീതിയുണ്ട്. വലതു ഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടന്ന് ഖിബ്ലയിലേക്ക് അഭിമുഖമാക്കി വലതു ഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞു കിടക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ രീതിയിൽ എന്ത് ചെയ്യുക? കിടന്നുറങ്ങുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ നല്ല സ്വപ്നങ്ങൾ കാണാനുള്ള മാർഗങ്ങളാണ്. ഇനി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. ആ ദിക്റുകളും സ്വലാത്തുകളൊക്കെ നമ്മൾ ചെല്ലണം. അതൊക്കെ മുമ്പെയുള്ള വീഡിയോകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എടുത്തു കാണുക. പ്രധാനമായിട്ടും ചൊല്ലേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഉറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്ത് ചെയ്യാം? ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി ഇതൊക്കെ പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ആയത്തുൽ കുർസി, ആമിൻ റസൂൽ പാരായണം ചെയ്യുക. പിന്നെ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 ഇതൊക്കെ ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക? കയ്യിലൂതി, സ്വലാത്തൊക്കെ ചൊല്ലി കയ്യിലൂതി ശരീരം മുഴുവൻ നമ്മുടെ കൈ എത്തുന്ന ഭാഗത്തൊക്കെ തടവുക. എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. ഇതൊക്കെ നല്ല സ്വപ്നങ്ങൾ കാണാനുള്ള മര്യാദകളാണ്. ഇതൊക്കെ പാലിക്കുക. അതുപോലെ തന്നെ എന്നിട്ട് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരുന്നത് വരെ യദ്കുറുല്ലാഹ ഹത്താ തഗ്ലിബഹു ഐനാഹ്, നമ്മുടെ കണ്ണിലേക്ക് ഉറക്കം വരുന്നത് വരെ എന്ത് ചെയ്യുക? നമ്മൾ ദിക്റിലായിരിക്കുക. എപ്പോഴും നാവിൽ ഇങ്ങനെ ദിക്ർ ചൊല്ലി അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോവുക. അപ്പോൾ നല്ല സ്വപ്നങ്ങൾ കാണാം. അങ്ങനെ സ്വലാത്ത് അങ്ങനെ ചൊല്ലി ഇറങ്ങിപ്പോവുക. അപ്പൊ റസൂലുള്ളാഹിനെയൊക്കെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു മഹാഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹിനെയൊക്കെ സ്വപ്നത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ എന്ത് വലിയ ഭാഗ്യമാണ്. അള്ളാഹു അതിനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോ ഈ പറഞ്ഞ മര്യാദകൾ നമ്മൾ പാലിച്ച് കിടന്നുറങ്ങിയാൽ മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കളവുള്ള സ്വപ്നങ്ങൾ, നമ്മൾ കണ്ട സ്വപ്നങ്ങൾ കളവായില്ല എന്നാണ്. നമ്മൾ കണ്ട സ്വപ്നങ്ങൾ അപ്പൊ കളവാവുകയില്ല. ആ കണ്ട സ്വപ്നങ്ങൾ ഫലിക്കാനും സാധ്യതയുണ്ട് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു കിടന്ന സ്വപ്നങ്ങൾ മാത്രമേ ഫലിക്കണം എന്നില്ല. നല്ല സ്വപ്നങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആ സ്വപ്നങ്ങൾ ഫലിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതെന്ത് ചെയ്യുക. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാതിരിക്കാനും ഈ മാർഗങ്ങൾ നമുക്ക് പാലിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മുടെ കാണുന്ന സ്വപ്നങ്ങളൊക്കെ നല്ല സ്വപ്നങ്ങളാക്കി മാറ്റട്ടെ. അതുപോലെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളിൽ അള്ളാഹു നമുക്ക് കാത്തിരക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.